ചിലപ്പോഴൊക്കെ വന്ന വഴി കത്തിച്ചാലേ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇത്ര മാത്രം കേട്ട് ജഡ്ജ് ചെയ്യേണ്ട, മൊത്തം പറഞ്ഞതിന് ശേഷം ഒപ്പീനിയൻ പറയാം. ചരിത്രത്തിൽ നടന്ന ഒരു സംഭവം പറയാം. ലെറ്റ് മീ ടേക്ക് യു ബാക്ക് ടു ദ 1500s. 1519 ഹെർനൻ കോർട്ടസ് എന്ന് പറയുന്ന ഒരു സൈന്യാധിപൻ തന്റെ 400ഓളം യോദ്ധാക്കളുമായി സ്പെയിനിൽ നിന്ന് അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് എസ്റ്റെക് മഹാസാമ്രാജ്യത്തിൽ എത്തിച്ചേർന്നു. എസ്റ്റെക് എംപയർ എന്ന് പറയുന്നത് ഇന്നത്തെ മെക്സിക്കോ നിൽക്കുന്ന സ്ഥലം. ഇറങ്ങിയ പാടെ തന്നെ ഹെർനൻ കോർട്ടസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന ഷിപ്പുകളെല്ലാം കത്തിക്കാൻ പറഞ്ഞു. കുറെയൊക്കെ കത്തിച്ചു, കുറെയൊക്കെ കടലിൽ താഴ്ത്തി, ബാക്കി വന്നത് ഡിസ്മാൻഡിൽ ചെയ്ത് വെക്കാൻ പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയൊരു സംഭവമായിരുന്നു പുള്ളി ചെയ്തത്. കാരണം എന്തെങ്കിലും തരത്തിലൊരു പരാജയം ഏൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാനോ തിരിച്ച് രക്ഷപ്പെടാനോ ഒരു മാർഗ്ഗവും ഇല്ല അവർക്ക്. അത് തന്നെയായിരുന്നു ഹെർനൻ കോർട്ടസ് ലക്ഷ്യം വെച്ചതും. അതായത് ടോട്ടൽ കമ്മിറ്റ്മെന്റ്. ഒന്നെങ്കിൽ വിജയം അല്ലെങ്കിൽ മരണം. തിരിച്ചു പോകാൻ ആരും വിചാരിക്കേണ്ട എന്നുള്ളത്. അങ്ങനെ ഈ കപ്പലുകൾ മുങ്ങിത്താഴുന്നതും ഡിസ്മാൻഡിൽ ചെയ്യപ്പെടുന്നതും കത്തിച്ചാമ്പലാവുന്നതും കോർട്ടസിന്റെ സോൾജിയേഴ്സ് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. പക്ഷെ അതിനുശേഷമാണ് ശരിക്കുള്ള മാറ്റം ഉണ്ടായത്. ഒരു ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ. അതായത് ഇനി ജയിച്ചേ പറ്റൂ, ജീവൻ വേണമെങ്കിൽ, തിരിച്ചു പോണെങ്കിൽ ഇനി ജയിക്കാതെ വേറെ വഴിയില്ല. അത് ആ 400 സോൾജിയേഴ്സിനെ സൂപ്പർ സോൾജിയേഴ്സായി മാറ്റി. ഇനി കടൽ തീരം മുതൽ എസ്റ്റെക്കിന്റെ ക്യാപിറ്റൽ വരെ എത്താൻ അവർക്ക് പല ചെറിയ ചെറിയ യുദ്ധങ്ങളും വിജയിക്കേണ്ടി വന്നു. അതൊക്കെ എളുപ്പത്തിൽ അവർ വിജയിച്ച് മുന്നോട്ട് പോയി. പോകെ പോകെ ഗോത്രങ്ങളൊപ്പം ചേർന്നു, സംഘബലം കൂടി. അങ്ങനെ വെറും 400 പേരുണ്ടായിരുന്ന ആ സൈന്യം മനോബലത്തിലായാലും ശരി, കായിക ബലത്തിലായാലും ശരി, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു സ്ട്രോങ് സംഘമായി മാറി. അങ്ങനെ 1519 അവിടെ ഇറങ്ങിയ ഹെർനൻ കോർട്ടസും യോദ്ധാക്കളും 3 വർഷം കൊണ്ട് 1521 എസ്റ്റെക് സാമ്രാജ്യം കീഴടക്കുന്നു. ഇതിന്റെ ആകെ തുകയായിട്ട് ഒരു കാര്യം പറയാനുള്ളൂ. വെൻ വിന്നിംഗ് ബിക്കംസ് ദി ഓൺലി ഓപ്ഷൻ, ദ വേ യു ഫൈറ്റ് ചേഞ്ചസ്. ചില കാര്യങ്ങൾക്ക്, ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക്, നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് ഒരു പ്ലാൻ ബി വെക്കാത്തതാണ് എന്തുകൊണ്ടും നല്ലത്. പ്ലാൻ ബി ഒരു പക്ഷേ നമ്മളെ ലേസിയാക്കും. അതായത് ഇതൊന്ന് ഊരിപ്പോരാൻ വേറൊരു സേഫ്റ്റി സോൺ ഉണ്ട്, ഒരു സേഫ്റ്റി കുഷ്യൻ ഉണ്ട്. ഇതൊന്ന് വീണാലും എനിക്ക് ഒന്നും പറ്റൂല എന്നുള്ളൊരു സേഫ്റ്റി കുഷ്യൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഗ്രിപ്പിന് ശക്തി കുറയും. കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ജയിക്കാൻ ഒരു സാധ്യതയില്ലായിരുന്നു ഈ യുദ്ധം. അങ്ങനെ ഹെർനൻ കോർട്ടസ് വെറും 400 പേരെ വെച്ച് ജയിക്കുന്നു. ഈ പറഞ്ഞ പോലെ അതിനുശേഷം പല ഗോത്രങ്ങളും ഒക്കെ ചേർന്ന് സംഘബലം കൂട്ടിയെങ്കിലും ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ 400 സാധാ യോദ്ധാക്കളെ 400 സൂപ്പർ സോൾജിയേഴ്സ് ആക്കി മാറ്റിയ ഹെർനൻ കോർട്ടസിന്റെ ആ ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന 400 പേരും സാധാ യോദ്ധാക്കൾ മാത്രമായി ഈ യുദ്ധത്തിൽ പങ്കെടുത്തേനെ. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് അവരൊക്കെ അജയ്യരായി മാറി. കാരണം പിന്നെ തോൽവി എന്നൊരു വാക്ക് കൂടി അവരുടെ മൈൻഡിൽ വരാതെയായി. ജീവിക്കണമെങ്കിൽ, തിരിച്ച് ജന്മനാട്ടിൽ എത്തണമെങ്കിൽ അവർക്ക് മുന്നോട്ട് കാല് വെച്ചേ മതിയാവുള്ളായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ എസ്റ്റെക്കിന്റെ ക്യാപിറ്റൽ വരെ കൂടി അവരെത്തൂലായിരുന്നു. സോ വെൻ ദർ ഇസ് നോ പ്ലാൻ ബി, നമ്മൾ പല്ലും നഖവും വെച്ച് ആക്രമിക്കും. കോർട്ടസിനെ പോലെ ഭ്രാന്തമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനല്ല പറയുന്നത്. ബട്ട് ഫോർ സർട്ടൻ തിങ്സ്, ചില കാര്യങ്ങൾക്ക് പ്ലാൻ ബി വെക്കാത്തതാണ് നല്ലത്. സംഭവം കഴിഞ്ഞ 500 വർഷങ്ങൾക്ക് ശേഷവും ദ പ്രിൻസിപ്പിൾ ഇസ് സ്റ്റിൽ വാലിഡ് ആൻഡ് ദിസ് ഈസ് സംതിങ് ടു തിങ്ക് അബൌട്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.